ഹലോ, എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഇടുക്കിയിൽ വന്നിട്ട് ഇപ്പൊ 4-മത്തെ ദിവസാണ്. അപ്പൊ ഇടുക്കിയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ ഏലത്തോട്ടം കാണിച്ചു തരാമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഈ ഇടുക്കിക്കാർക്ക് വലിയ കൗതുകമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ മറ്റുള്ള ജില്ലകൾക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ റോട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ സ്ലോപ്പ് ആയതുകൊണ്ടിട്ട് ചക്കു ആദ്യം വണ്ടിയിൽ പോയി. ഇങ്ങനെ മെയിൻ റോട്ടിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് ചെറിയൊരു പാലമൊക്കെ കടന്ന് വേണം പോവാൻ. ഇതൊരു ചെറിയൊരു തോടല്ല, ശരിക്കും ഇത് ആറാണ്. ഇരട്ടയാറിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഒരു തോട് പോലെയാണ്. വെള്ളമൊക്കെ നമ്മൾ അവിടെ നിന്നാട്ടോ എടുക്കുന്നത്, കൃഷി ആവശ്യങ്ങൾക്കുള്ളത്. കുരുമുളക് ഇതുപോലെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ മുളകാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വീട് കാണാം. ഇവരുടെ പണ്ടത്തെ വീടാണ് കേട്ടോ ഇത്. ഇവർക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു വീടാണ്. ഡാഡി മമ്മി ഇവർ 3 ആൺമക്കളോടും കൂടി കുറേ നാളുകൾ ജീവിച്ച വീടാണ്. ഇപ്പത് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. കൈ കിട്ടിയ തേങ്ങയൊക്കെ ഇതുപോലെ ചക്ക് പറക്കി കൂട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് അങ്കമാലിക്ക് കൊണ്ടുപോകാനുള്ള കള്ളക്കടത്ത് പരിപാടികളാണ്. വീടിന്റെ അകമൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളുകൾക്ക് മുമ്പുള്ള വീട്, അതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് കേട്ടോ. ഇവരുടെ കുട്ടിക്കാലത്തിന്റെ ഒരു കഥയായിരിക്കും ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്. മമ്മി 3 ആൺമക്കളും കൂടിയായിരിക്കും മിക്കപ്പോഴും വീട്ടിലുണ്ടാവുക. ഡാഡി ബിസിനസ്സും പരിപാടിയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും തിരക്കായിരിക്കും. ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടില് വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ 3 ആൺമക്കളും പഠിച്ച് ഈ നിലയിലെത്തിയതും അവിടെ നിന്നൊരു വീടൊക്കെ വെച്ച് മാറിയതും. കുറെ പശുക്കൾ ഉണ്ടായിരുന്നു, ഏലം, ഗ്രാമ്പൂ, കുരുമുളക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ അതിൽ നിന്ന് എത്തിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഈ ഇടുക്കിക്കാരെന്ന് പറയുന്നത്. മമ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മി ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് വുമൺ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് വന്നാലും അങ്ങ് അടിപതറാതെ നിൽക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഇവരുടെ ജീവിതാനുഭവങ്ങളാണ് തരുന്നത്. ഏലത്തോട്ടത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ചുറ്റും ഇതുപോലെ നിറച്ച ഏലമാണ്, എവിടെ നോക്കിയാലും ഏലമാണ്. നമുക്ക് റബ്ബറും ഉണ്ട് കേട്ടോ. പക്ഷെ റബ്ബർ തോട്ട് ഇപ്പൊ കുറച്ചായിട്ട് മുടങ്ങി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഏലം കണ്ടില്ലേ, ഇപ്പൊ കായെടുക്കൽ കഴിഞ്ഞതാണ്. അതായത് ഏലക്ക പറിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ്. പൂക്കൾ ഇടുന്നേ ഉള്ളൂ. പൂക്കൾ ഇടുന്നു, അതുപോലെ തന്നെ ഏലക്ക പുതിയത് മുളച്ച് വരുന്നു. ഇത് നമ്മുടെ വളമൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം കവറുകളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. വളം ഇടണം, അതുപോലെ തന്നെ മരുന്നടിക്കണം. അങ്ങനെ ഒത്തിരി ടാസ്ക് പിടിച്ച പരിപാടികളാണ് ഏലത്തിന്റെ സംരക്ഷണമൊക്കെ ആയിട്ട്. കവാത്ത് ചെയ്യാന്ന് പറയും, അതായത് ഈ പഴയ ഇലകളൊക്കെ പറിച്ചു മാറ്റുന്ന വേറൊരു രീതിയുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഡാഡിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ അറിയും. ആസ് എ ബോട്ടണിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായി പറയാനായിട്ട് അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതുപോലത്തെ കുറേ ടാങ്കുകളുണ്ട്. ഇതിനകത്താണ് ഈ വെള്ളം പിടിക്കുന്നതും മരുന്ന് മിക്സ് ചെയ്യുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കയറി കയറി ഞാൻ അടച്ചു. ഇനി മേളിലോട്ട് കയറാനായിട്ട് ഞാൻ പോകുന്നില്ല. അവിടെ ഒരു ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അതിർത്തി എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. പക്ഷെ നല്ല രസം കേട്ടോ, അടിപൊളിയുണ്ട്, അടിപൊളി സ്ഥലം. മുകളിലോട്ട് കയറി കയറി നമ്മൾ അടുത്തപ്പോൾ താഴത്തോട്ട് ഇറങ്ങുവാണ്. തിരിച്ച് റോഡിലൂടെ